ഇതുപോലെ പൊടിച്ചെടുക്കുന്നതല്ലേ? ഇത് ഇതുപോലെ ഇരിക്കുന്നതാണ്. ഇത് നമ്മൾ ഹാച്ചറികളിൽ നിന്ന് ശേഖരിക്കുന്നതാണ്. അതിന് നമ്മൾ പൊടിച്ച് നമ്മളെ മെഷീനിൽ പൊടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ നല്ല നല്ല ഫൈൻ പൗഡറായിട്ട് കണ്ടോ. ഒരു വെള്ള കളറല്ല, ഒരു ഗോൾഡൻ കളറാണ്, നല്ല ഗോൾഡൻ കളർ. കാൽഷ്യത്തിൻ്റെ ഏറ്റവും വലിയ കലവറയാണ് മുട്ടത്തോടെന്ന് പറയുന്നത്. ഒരു വിളകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിളകളുടെ വേരുപടലത്തിൻ്റെ വിന്യാസം അത് ഡെവലപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാൽഷ്യം. നമ്മൾ ഇടുക്കിയിലോട്ട് ഏലത്തിന് വേണ്ടി പോകുന്നതാണ്. ഏലത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ എക്സൽ പൗഡറാണ്. വിവിധ തരം വിളകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഏലം കർഷകർ ഇത് പ്രധാനമായിട്ടും കൊണ്ടുപോകുന്നു അല്ലേ? ഇത് നമുക്ക് 2 തരത്തിലും ഏലം കർഷകർ കൊണ്ടുപോകുന്നുണ്ട്. നോർമലായിട്ട് വേണ്ടവർക്ക് ഇതേപോലെ നോർമൽ എക്സൽ പൗഡർ വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. അതല്ലാതെ നമ്മൾ ഏലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം എൻറിച്ച് ചെയ്തത് ഈനാട് പുറത്തിറക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഏലം ഞാൻ പറഞ്ഞു, ഏലത്തിൻ്റെ അഴുകൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി സ്വാഭാവികമായിട്ട് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പം ആ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുന്നത്. അതിന് ഈ കളർ ആയിരിക്കില്ല, അത് നല്ല യെല്ലോ കളറായിരിക്കും. ഇതാണ് എൻറിച്ച് ചെയ്തത്? ഇതാണ് നമ്മൾ സാധാരണ പച്ചക്കറി കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് എൻറിച്ച് ചെയ്തെടുത്ത്, അതായത് കാൽഷ്യത്തിന് പുറമെ മഗ്നീഷ്യം, സൾഫർ, ബോറോൺ, അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇത്. കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടോ? ഇത് കുറച്ചും കൂടെ ക്വിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡറി ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലും പച്ചക്കറി കൃഷിക്ക്, നമ്മളെ അടുക്കളത്തോട്ടത്തിന്, അതുപോലെ നമ്മളെ പൂന്തോട്ടത്തിലോട്ടൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ചെറിയ പാക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് നമുക്ക് 1 കിലോ തൊട്ട് 40 കിലോയുടെ വരെ പാക്കറ്റ് ഇത് അവൈലബിൾ ആണ്. ഏലത്തിനുള്ള ഇതാണ് ഏലത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള ഇതാണ്. അതായത് ഏലത്തിന് അഴുകലൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഏലത്തിന് മാത്രമായിട്ടുള്ളതാണിത്. ഇതൊക്കെയാണ് ഈ മുട്ടത്തോട് റോ മെറ്റീരിയലാണോ? ഇതുണ്ട്. ഇതെല്ലാം നമ്മൾ മുട്ടത്തോട് കൊണ്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഈ കാണുന്ന ചാക്കുകളിൽ ഇരിക്കുന്ന എല്ലാം, അത് അപ്പുറം നിങ്ങൾ കാണുന്ന എല്ലാം നമ്മൾ മുട്ടത്തോട് സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഈ കാണുന്ന മെഷീനിലിട്ട് പൊടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇത് നോക്കി അറിയാതെ ഈ രീതിയിൽ പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഡെലിവറി ഉണ്ടോ? നമുക്കിപ്പം എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ അളവുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് അവരുടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. ചെറിയ അളവൊക്കെ ആണെങ്കിൽ നമ്മളത് കൊറിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആവശ്യക്കാരൻ്റെ ആവശ്യാനുസരണം അവർക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് വീടുകളിൽ എത്തിക്കാൻ പറ്റും. കേരളത്തിൽ പല സ്ഥലങ്ങളിലെ തോട്ടങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ഇടുക്കിക്കാണ് പോകുന്നത്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ മറ്റേ പോകുന്നുണ്ട്. നമുക്ക് കൂടുതലും മുട്ടത്തോട് ഈ ഏലത്തിനാണ് കൂടുതലും പോകുന്നത്. നെൽകൃഷിക്കൊക്കെ പോകുന്നുണ്ടോ? നെൽകൃഷിക്ക് പോകുന്നുണ്ട്. ഈ എക്സൽ പൗഡർ കൂടാതെ മറ്റെന്തൊക്കെയാണ് ഈ നാട് പുറത്തിറക്കുന്ന വളങ്ങൾ? ഈ നാട് വിവിധ തരത്തിലുള്ള വളങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. അതായത് ഓരോ വിളകൾക്കനുസരിച്ച്, കേരളത്തിലെ കാർഷിക മേഖലയുടെ വിവിധ വിളകൾക്കനുസരിച്ചുള്ള വിവിധ തരം വളങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ഏലം, കാപ്പി, കുരുമുളക്, റബ്ബർ, വാഴ, പച്ചക്കറി, അങ്ങനെ എല്ലാ വിളകൾക്കനുസരിച്ചിട്ടുള്ള ഓരോ വിളകൾക്കും വേണ്ടിയിട്ടുള്ള വളങ്ങൾ പ്രത്യേകം നമ്മൾ ഇറക്കുന്നുണ്ട്. ഈ നാട് പ്രധാനമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് ഈ ഉൽപ്പന്നങ്ങളുള്ളത്? ചേട്ടാ, നമ്മൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഈ നാട്. അതായത് കേരളത്തിലെ സഹകരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. നമ്മൾ പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ കൃഷി, പരിസ്ഥിതി, മാലിന്യ നിർമ്മാർജ്ജനം, ഈ 3 മേഖലകളിലാണ് നമ്മൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഈ കൃഷി മേഖലകൾ നമ്മൾ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരം തൈകൾ, വിത്തുകൾ, അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ടപ്പെട്ട ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചെറിയ അടുക്കളത്തോട്ടം മുതൽ വലിയ പ്ലാന്റേഷൻസ് വരെ നമ്മൾ ഈ നാട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്, പക്ഷെ അവർക്ക് സമയം കാണില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള കൃഷി നമ്മൾ ചെയ്തു കൊടുക്കും. ചിലർക്ക് തൊഴിലാളി പ്രശ്നങ്ങളായിരിക്കാം. അപ്പം അതിന് വേണ്ട സപ്പോർട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കാർഷിക മേഖലയിലെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ നാട്ടിലൊരു കൃഷി പരിശീലന കേന്ദ്രമുണ്ട്. പിന്നെ ഒരു ചെറിയ കൃഷി ഗവേഷണ വിഭാഗമുണ്ട്. അപ്പം അങ്ങനെ കൃഷിയുടെ നാനാ മേഖലകളിലും ഈ നാട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നാട് ജൈവവളങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച് ഈ നാട് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന്. അത് ഈ നാടിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന ഉപാധികളിൽ ഉപയോഗിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന ആ കമ്പോസ്റ്റിനെ സമ്പുഷ്ടീകരിച്ചാണ് നമ്മൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ ജൈവവളങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഒന്ന് ഈ നാട്
മാലിന്യ സംസ്കരണ ഉപാധികളിലെ കിട്ടുന്ന കമ്പോസ്റ്റാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ, അതായത് ഓരോ വിളകൾക്കും, ഇപ്പം നമുക്കറിയാം നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി റബ്ബർ, തെങ്ങ്, നെല്ല്, ഏലം, കാപ്പി, കുരുമുളക്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ കേരളത്തിൽ എന്തൊക്കെ കൃഷിയുണ്ടോ അങ്ങനെ എല്ലാ കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള വ്യത്യസ്ത തരം വളങ്ങൾ നമ്മൾ ഇറക്കുന്നുണ്ട്.